പേരയ്ക്കയുടെ ഇല, തണ്ട്, കായ് മുതലായവ ധാരാളം ഭക്ഷ്യ ഔഷധ ഗുണങ്ങൾ ഉള്ളവയാണ്. അതിന്റെ പരമ്പരാഗത ഔഷധ ഉപയോഗവും ഭക്ഷ്യ ഉപയോഗവുമാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പ്രാചീനമായി തന്നെ പല ഭൂപ്രദേശങ്ങളിലെയും പ്രാചീന മനുഷ്യ സമൂഹത്തിൽ ഇത് ഭക്ഷ്യ ഉപയോഗത്തെക്കാളേറെ ഔഷധ ഉപയോഗങ്ങൾക്ക് ഉപയോഗിച്ചു വന്നിരുന്നു. പേരയ്ക്കയ്ക്ക് ആരോഗ്യകരമായ ഗുണങ്ങളുണ്ടെങ്കിലും അതിൽ പലതും ഇന്ന് ക്ലിനിക്കൽ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എങ്കിലും ആരോഗ്യ ചികിത്സയ്ക്കായി നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി വിദഗ്ധ ഉപദേശം തേടുക. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി പറയാൻ പറ്റും, സമീകൃത ആഹാരത്തിന്റെ ഭാഗമായി പേരയ്ക്ക ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പോഷകാഹാരക്കുറവിനും വളരെയേറെ ഗുണം ചെയ്യും. ഇനി ഇതിന്റെ ഭക്ഷ്യ ഔഷധ ഗുണങ്ങൾ ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഇതിന്റെ പരമാവധി ഔഷധ ഗുണങ്ങൾ ഞങ്ങൾ കണ്ടെത്തി പറയുന്നുണ്ടെങ്കിലും പരമ്പരാഗത ഭക്ഷ്യ ഉപയോഗങ്ങൾ വളരെ വലുതാണ്. പേരയ്ക്കകൾ ഇവയുടെ സ്വാദിഷ്ടമായ രുചിക്ക് മാത്രമല്ല പോഷക മൂല്യത്തിനും ആരോഗ്യപരമായ ഗുണങ്ങൾക്കും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും പ്രശസ്തമാണ് ഈ പഴം. വളരെ വൈവിധ്യമാർന്ന പല പാചക ഉപയോഗങ്ങൾക്കും ഇത് ഉപയോഗിച്ചു വരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പരാമർശിക്കുന്നത്. മെക്സിക്കോയിലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പ്രശസ്ത പാനീയമായ അക്വാസ് പ്രിസ്കാസ് നിർമ്മിക്കാൻ പേരയ്ക്ക ഉപയോഗിക്കുന്നു. ഒന്നോ അതിലധികമോ പഴങ്ങൾ, ധാന്യങ്ങൾ, പൂക്കൾ അല്ലെങ്കിൽ വിത്തുകൾ എന്നിവയിൽ പഞ്ചസാരയും വെള്ളവും കലർത്തി ഉണ്ടാക്കുന്ന ലഘുവായ മധ്യേതര പാനീയമാണിത്. ഇതിനോടൊപ്പം പേരയ്ക്കയും ചേർത്താണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം മുഴുവൻ പഴങ്ങൾ ചേർന്ന പഞ്ച് എന്ന പാനീയവും ഉണ്ടാക്കുന്നു. മദ്യമല്ലാത്തതും എന്നാൽ ആൽക്കഹോൾ ഉള്ളതുമായ പൊതുവെ പഴങ്ങളോ പഴച്ചാറുകളോ അടങ്ങിയ ഒരു പാനീയമാണിത്. പെക്റ്റിൻ ഉയർന്ന അളവിൽ ഈ പഴത്തിൽ ഉള്ളതിനാൽ പേരയ്ക്ക മിഠായി പല സ്ഥലങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച് കണ്ടുവരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളം ബാർബിക്യൂ മത്സരങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു. ക്യൂബയിലും മെക്സിക്കോയിലും ബാർബിക്യൂയിലെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ചേരുവയാണ് പേരയ്ക്ക. പല രാജ്യങ്ങളിലും പേരയ്ക്ക പച്ചയായി കഴിക്കുന്നു. നാലായി മുറിച്ച് കട്ട് ചെയ്ത് കഴിക്കുന്നു. ഇത് ഒരു നുള്ളു ഉപ്പും കുരുമുളകും അല്ലെങ്കിൽ മസാലയും ചേർത്ത് കഴിക്കുന്നു. ചില പ്രദേശങ്ങളിൽ പഞ്ചസാരയും ഉപ്പ് ചേർത്ത് കഴിക്കുന്നു. കിഴക്കൻ ഏഷ്യയിൽ പേരയ്ക്ക സാധാരണയായി മധുരവും പുളിയുമുള്ള ഉണക്കിയ പ്ലം പൊടി മിശ്രിതത്തോടൊപ്പം കഴിക്കുന്നു. ഉണങ്ങിയ പ്ലം പൗഡർ എന്ന പേരിൽ ക്യൂബയിൽ ഒരു ജനപ്രിയ ലഘുഭക്ഷണമാണ് പേരയ്ക്ക. തായ്വാനിലും ഇന്ത്യയിലെ ചൂടുള്ള കാലാവസ്ഥയുള്ള പല തെരുവ് കോണുകളിലും രാത്രി ചന്തകളിലും ഇത് മുറിച്ച് പീസുകളാക്കി ഒക്കെ വിൽക്കുന്നതായി കണ്ടുവരുന്നു. ഫിലിപ്പീൻസിൽ ഇത് പാചകങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ചില പ്രദേശങ്ങളിൽ ചുവന്ന പേരയ്ക്ക തക്കാളിക്ക് പകരമായി സോസുകൾ പോലെയുള്ള ഉപ്പിലിട്ട ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം കഴിക്കുന്നു. ബ്രസീലിൽ ചാ ഡി എന്ന് വിളിക്കപ്പെടുന്ന പേരയ്ക്ക പഴങ്ങളുടെയും ഇലകളുടെയും കഷായം ഉപയോഗിച്ച് ഒരു പാനീയം ഉണ്ടാക്കുന്നു. ചില പ്രദേശങ്ങളിൽ പേരയ്ക്കയുടെ ഇനങ്ങൾക്ക് ഔഷധ ഗുണമുള്ളതിനാൽ അതുപയോഗിച്ച് ചായ ഉണ്ടാക്കുന്നു. ഉന്മേഷദായകമായ ജ്യൂസുകളോ സ്മൂത്തികളോ ഉണ്ടാക്കാൻ പേരയ്ക്ക ഉപയോഗിക്കുന്നു. പഴുത്ത പേരയ്ക്ക, വെള്ളം, ഐസ്, മധുരം എന്നിവ ചേർത്ത് പോഷകവും സ്വാദും നിറഞ്ഞ ഈ പാനീയം ഉണ്ടാക്കാം. പേരയ്ക്കയിൽ പ്രകൃതിദത്തമായ പെക്റ്റിൻ അടങ്ങിയിരിക്കുന്നതിനാൽ ജാമുകളും ജെല്ലികളും ഉണ്ടാക്കാൻ ഇത് വളരെ നല്ലതാണ്. ഈ പഴത്തിന്റെ സ്വാഭാവിക മാധുര്യവും അമൂല്യമായ രുചിയും ഈ സ്വാദിഷ്ടമായ സ്പ്രെഡുകൾക്ക് കാരണമാകുന്നു. പൈകൾ, ടാർട്ടുകൾ, കേക്കുകൾ ഇവയുൾപ്പെടെ മധുരപലഹാരങ്ങൾക്കും ഇത് ഉൾപ്പെടുത്താം. രുചികരമായ സോസും ചട്നിയും പാകം ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഇവ മാംസം, സീ ഫുഡ് എന്നിവയുമായി ചേർത്തോ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ വിഭവങ്ങൾക്ക് ട്വിസ്റ്റ് ചേർക്കാൻ ഒരു മസാലയായോ ഉപയോഗിക്കാം. നല്ല സ്വാദും ധാരാളം വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നതിനാൽ ഫ്രൂട്ട് സലാഡുകളിലോ ഗ്രീൻ സലാഡുകളിലോ അരിഞ്ഞ പേരയ്ക്ക ചേർക്കാവുന്നതാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പേരയ്ക്കയുടെ രുചിയുള്ള ഐസ്ക്രീം അല്ലെങ്കിൽ സർബത്ത് ഒരു ജനപ്രിയ ട്രീറ്റാണ്. പേരയ്ക്കയുടെ മധുരവും പുളിയുമുള്ള രുചി ശീതീകരിച്ച പലഹാരങ്ങളുടെ ക്രീം ഘടനയെ മെച്ചപ്പെടുത്തുന്നു. ഉണക്കിയ പേരയ്ക്ക കഷ്ണങ്ങൾ അല്ലെങ്കിൽ പേരയ്ക്ക മിഠായികൾ നമുക്ക് ലഘുഭക്ഷണമായി കഴിക്കാവുന്നതാണ്. ഇതിന്റെ മധുരവും അതുല്യമായ ഘടനയും വളരെ ആനന്ദകരമായ ട്രീറ്റാക്കി ഇതിനെ മാറ്റും. പേരയ്ക്ക ചായയോ പേരയ്ക്ക ചേർത്ത വെള്ളവും പോലുള്ള ഉന്മേഷദായകമായ പാനീയങ്ങൾ ഉണ്ടാക്കാൻ പേരയില ഉപയോഗിക്കാം. ഇതിന്റെ ഇലകൾക്ക് ആരോഗ്യഗുണമുള്ളതിനാൽ ഹെർബൽ ടീ ഉണ്ടാക്കാൻ പേരയ്ക്ക ഇലകൾ ഉപയോഗിക്കാം. പഴുത്ത പേരയ്ക്ക കഷ്ണങ്ങളോ ക്യൂബുകളോ മധുരപലഹാരങ്ങൾ, സലാഡുകൾ എന്നീ വിഭവങ്ങൾക്ക് അലങ്കാരമായി ഉപയോഗിക്കാം. പേരയ്ക്കയുടെ വൈവിധ്യവും പോഷക ഗുണങ്ങളും നല്ല രുചിയും വൈവിധ്യമാർന്ന പാചക സൃഷ്ടികളിൽ ഇതിനെ ജനപ്രിയവും ആസ്വാദ്യവുമാക്കുന്നു. ഇതിന്റെ രുചി ഉഷ്ണമേഖലയ്ക്ക് തനതായ ഭംഗി തന്നെ നൽകുന്നു. ഇനി നമുക്കിതിന്റെ വൈദ്യ ഉപയോഗത്തിലേക്ക് കടക്കാം.
ഡയറ്ററി ഫൈബർ, വൈറ്റമിൻ സി, പൊട്ടാസ്യം നാരുകൾ എന്നിവയാൽ സമ്പന്നമാണ് പേരയ്ക്ക. മിതമായ അളവിൽ ഫോളിക് ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കരോട്ടിനോയിഡുകളും ഫ്ലവനോയിഡുകളും അടങ്ങിയിരിക്കുന്നു. ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിൽ പച്ച നിറത്തേക്കാൾ ഫോളിഫെനോൾ, കരോട്ടിനോയിഡ് എന്നിവ കൂടുതലാണ്. കാരണം ഇതിന്റെ തൊലിക്കും മാംസത്തിനും ചുവപ്പോ അല്ലെങ്കിൽ മഞ്ഞയോ നൽകുന്ന പ്രധാന മൂലകങ്ങളാണിവ. കൂടാതെ ലോറിക് ആസിഡ്, മെറിസ്റ്റിക് ആസിഡ്, പാൽമിസ്റ്റിക് ആസിഡ്, സ്റ്റിയറിറ്റിക് ആസിഡ്, ഓലിക് ആസിഡ്, ലിനോലിക് ആസിഡ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. 1950 മുതൽ പേരയ്ക്ക, പ്രത്യേകിച്ച് അവയുടെ ഇലകളിൽ സാധ്യതയുള്ള ജീവശാസ്ത്ര ഗുണങ്ങൾ ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. വളരെ പ്രാചീന കാലം മുതൽ തന്നെ നാടോടി വൈദ്യങ്ങളിലും ഉപയോഗിച്ച് കണ്ടുവരുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് പേരയ്ക്ക എണ്ണ. ഇത് പേരയ്ക്ക കുരുവിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബീറ്റ കരോട്ടിൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ചെമ്പ്, സിങ്ക്, സെലീനിയം, ലിനോleic ആസിഡ് എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ എണ്ണ. പരമ്പരാഗത വൈദ്യത്തിൽ മധ്യ അമേരിക്ക, കരീബിയൻ പ്രദേശങ്ങളിലുടനീളം നിരവധി സംസ്കാരങ്ങളിൽ പ്രാചീനമായി തന്നെ ഇത് ഉപയോഗിച്ച് കണ്ടുവരുന്നു. ആഫ്രിക്കയും ഏഷ്യയും ഇത് ശരീരവീക്കം, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ക്ഷയം, മുറിവുകൾ, വേദന, പനി, വയറിളക്കം, വാതം, ശ്വാസകോശ രോഗങ്ങൾ, അൾസർ എന്നിവയ്ക്ക് ഉപയോഗിച്ച് കണ്ടുവരുന്നു. മലേറിയ, ഓറൽ ഡെന്റൽ അണുബാധകൾ, ക്യാൻസർ, പോഷകക്കുറവ്, സ്ത്രീകൾക്കുണ്ടാകുന്ന ചില ശാരീരിക പ്രശ്നങ്ങൾ, കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ ഇവയ്ക്ക് പുറമെ മൃഗങ്ങളെ ചികിത്സിക്കുന്നതിനും വാണിജ്യാവശ്യങ്ങൾക്കായി പര്യവേഷണം നടത്തുന്നതിനും ഒക്കെ ഇത് ഉപയോഗപ്രദമാണ്. ലോകമെമ്പാടും പരമ്പരാഗത മരുന്നുകളുടെ ഉപയോഗത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. കൂടാതെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതും വില കൊണ്ട് താങ്ങാവുന്നതുമായ ഒരു ഉറവിടമാണ് പാരമ്പര്യ വൈദ്യം. ഇന്ത്യയിൽ ഇതിന്റെ ആദ്യകാല ഉപയോഗങ്ങളിലൊന്ന് വിശുദ്ധ സൂക്തങ്ങളുടെ സമാഹാരമായ ഋഗ്വേദത്തിൽ 1600-3500 BC കാലഘട്ടങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വികസന രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യ സംരക്ഷണം, പ്രത്യേകിച്ച് പ്രാഥമിക ആരോഗ്യം നൽകുന്നതിൽ നാടോടി വൈദ്യങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ ഇതിന്റെ ഉപയോഗം ഇന്നും വ്യാപകമാണ്. പ്രാദേശിക സസ്യങ്ങളുടെ വ്യാപകമായ ലഭ്യതയും പ്രവർത്തനക്ഷമതയും ആധുനിക ആരോഗ്യ സംബന്ധിയായ സൗകര്യങ്ങളുടെയും സാംസ്കാരിക മുൻഗണനകളുടെയും കുറവ് കാരണം പ്രാദേശിക സസ്യ പരിഹാരങ്ങളിലേക്ക് ഗ്രാമീണ ജനത എത്തിച്ചേരുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ്. പകർച്ചവ്യാധികൾ, സാംക്രമികമായതും അല്ലാത്തവയുമായ രോഗങ്ങൾ എന്നിവയുൾപ്പെടെ ഗ്രാമീണ ജനതയെ വ്യാപകമായി കണ്ടുവരുന്ന നിരവധി രോഗങ്ങളുടെ ചികിത്സയുടെ ഉറവിടമാണ് പരമ്പരാഗതമായ ഈ എത്നോ മെഡിസിൻ. ദക്ഷിണാഫ്രിക്കയിലും പശ്ചിമാഫ്രിക്കയിലെ ഗിനിയയിലും പകർച്ചവ്യാധിക്കായി പേരയിലകൾ ഉപയോഗിച്ചു വരുന്നു. പേരയ്ക്ക ബാക്ടീരിയൽ സ്പീഷീസുകൾ, ഫംഗൽ സ്പീഷീസ്, 6 തരം പ്രോട്ടോസോൾ സ്പീഷീസ്, 4 തരം വൈറസുകൾ എന്നിവയ്ക്കെതിരെ ഫലപ്രാപ്തിയാണ് എന്ന് അവിടുത്തെ സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ദഹനനാളത്തിലെ അണുബാധയ്ക്കെതിരെ ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെങ്കിലും വയറിളക്കം, അതിസാരം, വയറുവേദന, ദഹനക്കേട് തുടങ്ങിയ ദഹന സംബന്ധമായ അണുബാധയ്ക്കുള്ള ഏറ്റവും സാധാരണവും ജനപ്രിയവുമായ ഒരു പരമ്പരാഗത പ്രതിവിധിയാണിത്. ഇത് ലോകമെമ്പാടും പ്രാചീനമായി തന്നെ ഈ അസുഖങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. മെക്സിക്കോയിലെ ഒരു എത്നെ ബൊട്ടാണിക്കൽ പഠനത്തിലൂടെ ദഹനനാളത്തിലെ അണുബാധകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഇനങ്ങളുടെ പട്ടികയിൽ പേരയ്ക്കയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ നോർത്ത് സിക്കിം പ്രദേശ നിവാസികൾ രക്തവുമായി ബന്ധപ്പെട്ട ഛർദിക്ക് പ്രതിവിധിയായി ചൂടുവെള്ളത്തിൽ ഇതിന്റെ പുറന്തൊലി വേവിച്ച് അതിന്റെ വെള്ളം കുടിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇതിന്റെ ഇലകൾ മഹാരാഷ്ട്രയിലും ദക്ഷിണ ആസാമിലും ദഹന വ്യവസ്ഥയുടെ തകരാറുകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പേരയ്ക്കയുടെ ഇലകളിൽ നിന്നും തയ്യാറാക്കുന്ന കഷായം വയറിളക്ക രോഗികൾക്ക് ഇന്ത്യയിലെ ചില ആദിവാസി സമൂഹം നൽകിയിരുന്നതായി കാണുന്നുണ്ട്. പേരയ്ക്കയിൽ കൊഴുപ്പും കൊളസ്ട്രോളും കുറവാണ്. ഇത് ഹൃദയത്തെ സൗഹൃദമാക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ക്വാസുലു നടാൽ, വടക്കേ ഇന്ത്യയിലെ ബുജ്പോറ, ദക്ഷിണേഷ്യൻ കിഴക്കൻ ഘട്ടങ്ങൾ എന്നിവിടങ്ങളിൽ മലേറിയയ്ക്കുള്ള പ്രതിവിധിയായി പേരയ്ക്കയുടെ ഇലകൾ ഉൾപ്പെടെ മറ്റ് ഔഷധങ്ങളുടെ മിശ്രിതത്തിൽ നിന്നും തയ്യാറാക്കുന്ന ഒരു ചായ ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വടക്കുകിഴക്കൻ നൈജീരിയയിൽ നിന്നും പൈനാപ്പിളും തേനും ചേർത്ത പേരയ്ക്കയുടെ കഷായം മലേറിയയ്ക്കുള്ള ഒരു പ്രാദേശിക പ്രതിവിധിയായി ഉപയോഗിച്ചു വരുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തിടെ നടത്തിയ എത്നോ ബൊട്ടാണിക്കൽ സർവേയിൽ ടാൻസാനിയയിലെ ബാഗമോയോ ജില്ലയിലെ ഗ്രാമീണ സമൂഹത്തിലെ പ്രദേശവാസികൾ പരാന്നഭോജികളുടെ വാഹകരായ കൊതുകുകളെ നിയന്ത്രിക്കാനും പേരയ്ക്കയുടെ ഇലകൾ ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മലേഷ്യയിൽ മെക്സിക്കോയിലുള്ള ഗൊറോറയിലെ പ്രാദേശിക ജനവിഭാഗം ചുമയ്ക്കുള്ള പ്രതിവിധിയായി പേരയിലകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വടക്കൻ സിക്കിമിൽ പേരയ്ക്കയുടെ ഇളം ഇലകളും തളിരുകളും തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും എതിരായ ഫലപ്രദമായ ഒരു മരുന്നായി ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്ന മോൺപേ വംശീയ വിഭാഗവും ദക്ഷിണാഫ്രിക്കയിലെ ചില ജനവിഭാഗവും നൈജീരിയയിലെ ഓഗുൻ സ്റ്റേറ്റിലെ പ്രദേശനിവാസികളും പേരയ്ക്കയുടെ പുറന്തൊലി ക്ഷയരോഗത്തിനുള്ള ഒരു പ്രതിവിധിയായി ഉപയോഗിച്ചു കണ്ടുവരുന്നു.
ഇതിന്റെ ഇലകൾ HIV എയ്ഡ്സ് രോഗികളിൽ ക്ഷയരോഗ ചികിത്സയ്ക്കായി ടാൻസാനിയയിൽ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിൽ പേരയ്ക്കയുടെ ഇലകൾ വായിലെ അൾസറിന് ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ വടക്കൻ സിക്കിമിൽ പല്ലുവേദനയ്ക്കും വായിലെ അൾസറിനും പേരയ്ക്കയുടെ ഇലകളും തളിരുകളും ഉപയോഗിക്കുന്നു. കാമറൂളിലെ പരമ്പരാഗത വൈദ്യന്മാർ ദന്ത സംബന്ധമായ അണുബാധയ്ക്കുള്ള ചികിത്സയ്ക്കായി പേരയ്ക്ക ഇലകൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. പേരയ്ക്കയുടെ ചില്ലകൾ വായിലിട്ട് ചവയ്ക്കുന്നതും പല്ലു സംരക്ഷണത്തിന് നല്ലതാണെന്ന് പരമ്പരാഗത വൈദ്യന്മാർ പറയുന്നു. സമോവയിലെ താഹിതിയിൽ പേരയ്ക്ക ഒരു സ്കിൻ ടോണിക്കായി ഉപയോഗിക്കുന്നു. ഫിലിപ്പീൻസിൽ പേരയ്ക്ക ഇലകൾ ഉപയോഗിച്ച് തദ്ദേശീയമായ ചില ചൊറികൾ ചികിത്സിക്കുന്നു. പനാമ, ബൊളീവിയ, പെൻസുല, ഫിജി, സെനഗൽ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ ചർമ്മ സംബന്ധമായ അസുഖങ്ങൾക്ക് പേരയ്ക്കയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച് കണ്ടുവരുന്നു. പേരയ്ക്കയിൽ വൈറ്റമിൻ സി വളരെയധികം അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റാണിത്. അതുകൊണ്ട് തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് കൊളാജൻ സിന്തസിസ് പ്രോത്സാഹിപ്പിക്കുകയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആന്ധ്രാപ്രദേശിൽ ദിവസത്തിൽ 2 തവണ 15 ദിവസത്തേക്ക് പേരയ്ക്കയുടെ പൊടി മോരിനൊപ്പം കഴിക്കുന്നത് പ്രമേഹത്തിനുള്ള പ്രതിവിധിയായി പരമ്പരാഗത ചികിത്സകളിൽ ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ ഇതിന്റെ ഇലകളും പഴങ്ങളും ചില പ്രദേശങ്ങളിൽ പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ടോഗോയുടെ മധ്യമേഖലയിൽ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും സർവ്വസാധാരണമായ സസ്യങ്ങളുടെ പട്ടികയിൽ പേരയ്ക്കയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലെ വിവിധതരം ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഔഷധമായി ഇത് ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ദിവസവും കഴിക്കുന്ന 100 ഗ്രാം പേരയ്ക്കയുടെ കഷായം ശ്വാസകോശങ്ങളുടെയും വയറ്റിലെയും അർബുദങ്ങൾ ഭേദമാക്കുന്നതിനുള്ള ഒരു പ്രതിവിധിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വേദനാജനകമായ ആർത്തവം, ഗർഭമലസൽ, ഗർഭാശയ രക്തസ്രാവം, സ്ത്രീകളിലെ അകാല പ്രസവം തുടങ്ങിയ അവസ്ഥകൾക്ക് താഹിതിക്കാർ ഈ ചെടി ഉപയോഗിച്ചു വരുന്നു. വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾക്കും ആന്റിപൈററ്റിക് ചികിത്സയ്ക്കും വാദം ഉൾപ്പെടെയുള്ള വിവിധ കോശജ്വലനങ്ങളുടെ ചികിത്സയ്ക്കും ഇതിന്റെ ഇലകൾ പ്രാചീന കാലം മുതൽ തന്നെ ഉപയോഗിച്ച് കണ്ടുവരുന്നു. ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ഫ്ലവനോയിഡുകളും കരോട്ടിനോയിഡുകളും ഉൾപ്പെടെയുള്ള വിവിധ ആന്റി ഓക്സിഡന്റുകൾ പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വിട്ടുമാറാത്ത രോഗങ്ങളും വീക്കങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്വർസെറ്റിൻ പോലുള്ള പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ വിരുദ്ധ ആവിഷ്കാര ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കുകയും കോശജ്വലനാവസ്ഥകളെ ലഘൂകരിക്കുകയും ചെയ്യും. പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന വൈറ്റമിൻ എയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും കണ്ണിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നു. ഈ പോഷകങ്ങൾ പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലർ ഡീജനറേഷനിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കാനും മൊത്തത്തിലുള്ള കാഴ്ച നിലനിർത്താനും സഹായിക്കുന്നു. പേരയ്ക്ക നാരുകളുടെ ഉള്ളടക്കം നമ്മുടെ ശരീരത്തിന്റെ പോഷകങ്ങളുടെ പൂർണ്ണതയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുമൂലം അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുകയും ആരോഗ്യകരമായ മെറ്റബോളിസത്തെ പ്രോത്സാഹിപ്പിച്ച് ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓറൽ അഡ്മിനിസ്ട്രേഷനിലെ ജലീയ ഇലസത്തിൽ ഹെപ്പറ്റോടോക്സ് മൂലമുണ്ടാകുന്ന നിശിത കരൾ നാശത്തിൽ അലൈനൈൻ, അമിനോ ട്രാൻസ്ഫറേസ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റ്സ്, ബിലിറൂബിൻ, അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എന്നിവയുടെ ഉയർന്ന സെറം അളവ് ഇത് ഗണ്യമായി കുറയ്ക്കുന്നതായി ശാസ്ത്രീയ ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇന്ത്യൻ ഗ്രാമീണ സമൂഹങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പേരയ്ക്കയുടെ വ്യാപകമായ ഉപയോഗം ഞങ്ങളിവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഗ്രാമീണ സമൂഹത്തിലുടനീളമുള്ള ആരോഗ്യ സാഹചര്യങ്ങൾ സമാനമായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇതിന്റെ ഉപയോഗം എല്ലാ ഗ്രാമീണ ജനതയ്ക്കും ഒരുപോലെ ബാധകമാണ്. വളരെ സുരക്ഷയുള്ള ഒരു പഴമായതിനാലും ഇതിൽ പറഞ്ഞ പല ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ ക്ലിനിക്കൽ പഠനങ്ങൾ നടന്നിരിക്കുന്നതിനാലും ഇവയുടെ പരമ്പരാഗത ഉപയോഗം പലതും കാര്യക്ഷമമാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. സാംക്രമിക രോഗങ്ങൾക്കും സാംക്രമികേതര രോഗങ്ങളുടെ ചികിത്സയ്ക്കായുള്ള വിപുലമായ ഉപയോഗത്തിൽ ഒന്നിലധികം ഔഷധ ഗുണങ്ങളുള്ള പേരയ്ക്കയുടെ ഔഷധ ഗുണങ്ങൾ ഇനിയും വികസിപ്പിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ആയുർവേദത്തിൽ പേരയ്ക്കയെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇന്ത്യയിലെ പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായമായ ആയുർവേദത്തിൽ പേരയ്ക്ക അതിന്റെ ചികിത്സാ ഗുണങ്ങൾക്കും ആരോഗ്യ ഗുണങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഫിറ്റാഫസിഫെയിൻ. പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന തണുപ്പിക്കൽ ഗുണം പിത്തദോഷത്തെ സന്തുലിതമാക്കാൻ ഗുണം ചെയ്യും. ആയുർവേദത്തിൽ പറയുന്ന ശരീരത്തിലെ 5 മൂലകങ്ങളുടെ വ്യത്യസ്ത സംയോജനത്തെ പ്രതിനിധീകരിക്കുന്ന വാതപിത്ത കഫ എന്നീ 3 ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആയുർവേദം ഇത് പറയുന്നത്. ശരീരത്തിൽ നിന്നും വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഗുണങ്ങൾ പേരയ്ക്കുണ്ടെന്ന് ആയുർവേദം വിശ്വസിക്കുന്നു. നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഇത് പ്രയോജനകരമാണ്. തുടർന്ന് ഈ വീഡിയോയിൽ മുമ്പ് പരാമർശിച്ച ഈ ചെടിയുടെ രോഗപ്രതിരോധ കഴിവ്, പ്രമേഹ നിയന്ത്രണം, ഹൃദയാരോഗ്യം, ആന്റി ഇൻഫ്ലമേറ്ററി, ശരീരഭാരം നിയന്ത്രിക്കാനുള്ള കഴിവ്, ചർമ്മാരോഗ്യം എന്നിവയൊക്കെ ആയുർവേദവും ഊന്നി പറയുന്നുണ്ട്. അവ മുൻപ് പരാമർശിച്ചതിനാൽ അതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നില്ല.
ഇതുകൂടാതെ ആയുർവേദത്തിൽ പേരയ്ക്ക ശ്വാസകോശാരോഗ്യത്തിന് ഗുണകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കഫത്തെ സന്തുലിതമാക്കാൻ ഇത് സഹായിക്കുമെന്ന് ആയുർവേദം വിശ്വസിക്കുന്നു. ഞങ്ങൾ പറയുന്ന ആയുർവേദ ശുപാർശകൾ വ്യക്തിഗതമായിരിക്കുന്നതിനാൽ ഒരു ആയുർവേദ ചികിത്സകനുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രം ആയുർവേദ ഔഷധാവശ്യത്തിനായി ഉപയോഗിക്കുക. ഞങ്ങളുടെ വീഡിയോ ഓരോന്നിനെ കുറിച്ചുമുള്ള വിശദമായ പഠനങ്ങളാണ്, നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശുപാർശകളല്ല എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. പേരമരത്തിന്റെ ഭക്ഷ്യവൈദ്യ ഉപയോഗങ്ങൾ അടങ്ങിയ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.